ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കാനുള്ള സമയമല്ല, സന്തോഷിക്കേണ്ട സമയമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശു മാർത്തയെന്നും മറിയെന്നും പേരുള്ള രണ്ട് സഹോദരിമാരുടെ ഒരു ഭവനത്തിൽ വരുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചുപോയി. 4 ദിവസമായി ആ ഡെഡ് ബോഡിക്ക് നാറ്റം വന്നുവെന്ന് വചനം പറയുന്നു. അങ്ങനെ ഒരു ഭവനത്തിൽ ഇനി ഒരു അത്ഭുതം ഉണ്ടാകുവാൻ സാധ്യതയില്ലെന്നല്ല, പ്രതീക്ഷ പോലുമില്ല. പനിയല്ല, തലവേദനയല്ല, ക്യാൻസർ അല്ല, മറ്റ് രോഗങ്ങളല്ല. ആ വ്യക്തി മരിക്കുകയും മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ആ ഭവനത്തിൽ യേശു വന്നു. യേശുക്രിസ്തു വന്ന സമയത്ത് കണ്ടു നിന്നവരും കേട്ടു നിന്നവരും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പലരും സങ്കടപ്പെട്ട് ഈ കർത്താവ് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. നോക്കിക്കേ, മരിച്ചു, നാറ്റം വന്നു, 4 ദിവസമായി, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തിലേക്ക് യേശു പറഞ്ഞു, ഇപ്പോഴും വിശ്വസിച്ചാൽ ദൈവമഹത്വം. എന്താ ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ, മഹത്വം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത്. മനുഷ്യന് കഴിയാത്തത്, ബുദ്ധിക്ക് കഴിയാത്തത്, സയൻസിന് കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, ലോകത്തിന് കഴിയാത്തത്, ഗവൺമെന്റിന് കഴിയാത്തത്, നിയമത്തിന് കഴിയാത്തത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. പറയണ എൻ്റെ ദൈവത്തിന് കഴിയും. ആ മഹത്വത്തിലൂടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, കരയണ്ട, സങ്കടപ്പെടേണ്ട, വേദനയോടെ ഇരിക്കേണ്ട. പറയണം, മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ദൈവമഹത്വം ഞാൻ കാണാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവ്. ഈ കേൾക്കുന്ന ഓരോ മക്കളെ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവര്, രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് മുട്ടിന്റെ തേയ്മാനമായി ഭാരപ്പെടുന്ന ചില വ്യക്തികളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു എൻ്റെ വേദന ക്രൂശിൽ വഹിച്ചതാ, കർത്താവ് എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. ഈ നിമിഷം ആ കൈ അവിടുന്ന് എടുക്കുമ്പോൾ ആ വേദന അവിടുന്ന് മാറിയിരിക്കും. നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുത സൗഖ്യം സംഭവിക്കുന്നു. ശരീരത്തിന്റെ അകത്ത് നീര് വെക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ കൈയെടുത്തെന്ന് വെച്ച് ആ വയറിന്റെ ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ആ ശരീരത്തിലെ മുഴുനീരുകളും വറ്റിപ്പോകാൻ വേണ്ടി പോകുന്നു. അത്ഭുതം, അത്ഭുതം ഇപ്പോൾ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ആയിക്കോട്ടെ, കൈയെടുത്ത് വെച്ചിട്ട് പറയണം, കർത്താവിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, കർത്താവിന്റെ അടിപ്പിണറാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആരോഗ്യത്തെ സ്വീകരിക്കുന്നു. മതി, ഇപ്പോൾ തന്നെ സൗഖ്യം നിറയുന്നു, അത്ഭുതം നിറയുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കുന്നത്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ലാര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കൽ വാങ്ങൽ നിമിത്തം ചില കാര്യങ്ങൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തം പിണങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്കിടയിൽ ഉണ്ടായ കലഹങ്ങളെ നീക്കി ദൈവം ഒരു സമാധാനത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ, ഓ കർത്താവേ, എൻ്റെ കർത്താവ്, ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ജേക്കബ് എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനത്തിന്റെ അകത്ത് ജോബിൻ എന്ന് പേരുള്ളൊരു മകനെ ദൈവം സ്പർശിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ജേക്കബ് എന്നുള്ളൊരു പിതാവിന്റെ ഭവനമാണത്. അവിടെ ഒരു തലമുറയുണ്ട്. അവന്റെ പേര് ജോബിൻ എന്നാണ് പേര്. ഇപ്പോൾ ഞാനത് ബ്ലസ് ചെയ്യുന്നു. തലമുറകളെ മേൽ അവകാശമായി നിൽക്കുന്ന സകലവിധമാകുന്ന അടഞ്ഞ വഴികളെയും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സാക്ഷ്യമായി തീരട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നപ്പ, ഈ ദിവസത്തിൽ സാമ്പത്തികമായി കുരുക്കിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അത്ഭുത സാക്ഷ്യമായി അവരുടെ ജീവിതം മാറട്ടെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ. സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. സമാധാനത്തിന്റെ ദൈവം ഇന്ന് ആ കുടുംബങ്ങളെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിന് നേരെ എൽദോയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാം. എൽദോയുടെ ഭവനത്തിൽ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. എൽദോവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോർജിനെ ദൈവം തൊടുന്നു. ഇവർ രണ്ടുമായി കണക്ട് ചെയ്ത് ചില കുരുക്കുകളെ തമ്പുരാൻ അടിച്ചുവിടുകയാണ്. സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ യേശുവേ, അവരുടെ വിഷയങ്ങൾ അത്ഭുതമാണ്. കോടതി വിധികൾ അനുകൂലമായി വരട്ടെ.
സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആനി എന്ന് പേരുള്ള ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ട്, ആനി എന്നാണ് വിളിക്കുന്നത്, ഒരു വക്കീലാണ്. ആ വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയത്തിൻ്റെ മേൽ ദൈവം സങ്കടപ്പെടുത്താൻ ഇടവരത്തില്ല കേട്ടോ, സാക്ഷ്യമാക്കി മാറ്റും. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ വചനം, ഈ ആലോചന, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം തുറന്നിരിക്കുന്നു. നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് അയയ്ക്കുക. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ അയക്കുമ്പോൾ സാക്ഷ്യം ഒന്ന് ടൈപ്പ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. കാര്യം നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകർക്ക് സൗഖ്യമാകുവാനും അത്ഭുതങ്ങളിലേക്ക് പ്രവേശിക്കുവാനും ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.